കഴിഞ്ഞ ദിവസം ഒക്കെ നമ്മൾ കണ്ടതാണ് വർക്കലയിലെ മോഷണം. അതായത് വീട്ടുകാർക്കൊക്കെ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് നൽകി അവരെ മയക്കിക്കിടത്തിയ ശേഷം വീട്ടു ജോലിക്കാരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു മോഷണ പരമ്പരയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാദേശിക വാർത്തയിൽ കൂടി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോൾ എന്താണെങ്കിലും ആ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായ പ്രതി പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചിരിക്കുന്നു. നേപ്പാളുകാരനായ രാംകുമാറാണ് കോടതിയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചത്. മതിലിലെ കമ്പിയിൽ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയ രാംകുമാറിനെ നാട്ടുകാരാണ് പോലീസിന് കൈമാറിയത്. ആർ അനന്തകൃഷ്ണൻ ചേരുന്നു. അനന്തൻ, എന്തായിരുന്നു സംഭവം? സേതുലക്ഷ്മി, ചൊവ്വാഴ്ചയാണ് വർക്കലയിൽ ഈ മോഷണം നടന്നത്. ഈ മോഷണവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരാണ് പിടിയിലായത്. ആ പിടിയിലായതിൽ ഒരു പ്രതിയാണ് രാംകുമാർ. രാംകുമാറിനെ ഇന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം, ഇന്നലെ തെളിവെടുപ്പുമൊക്കെ നടത്തിയ ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കിയതാണ്. കോടതിയിൽ ഹാജരാക്കി കോടതി നടപടികൾ തുടരുന്നതിനിടെയാണ് കുഴഞ്ഞു വീണ് മരണം സംഭവിച്ചിരിക്കുന്നത്. രാംകുമാർ അടക്കം 4 പേരാണ് ഈ മോഷണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 പേരെ പിടികൂടി. ഈ രാംകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് നാട്ടുകാരാണ്. രാംകുമാറിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നത്. രാംകുമാറിനെ നാട്ടുകാർ കണ്ടെത്തുന്നത് ഈ മോഷണം നടന്ന വീടിൻ്റെ മതിലിലുള്ള ഒരു കമ്പുവേലിയുണ്ട്. ആ കമ്പുവേലിയിൽ കുരുങ്ങിക്കിടന്ന് അവശനായ നിലയിലായിരുന്നു. അങ്ങനെ അതിൽ കുരുങ്ങി കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ഇയാളുടെ പക്കൽ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൽ സ്വർണവും പണവും ഒക്കെ ഉണ്ടായിരുന്നു. അത് മോഷ്ടിച്ച വസ്തുക്കളാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത രാംകുമാറിനെ ഇന്നലെ വൈദ്യപരിശോധന അടക്കം നടത്തിയിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉള്ളതായി വൈദ്യപരിശോധനയിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ രാംകുമാർ കുഴഞ്ഞു വീണു മരണവും സംഭവിച്ചു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ആണ് ഈ മോഷണം നടക്കുന്നത്. വർക്കല ഹരിഹരപുരത്ത് LP സ്കൂളിന് സമീപമുള്ള ലൈം വില്ല എന്ന വീട്ടിലായിരുന്നു മോഷണം. ശ്രീദേവി അമ്മ എന്ന 74-കാരിയുടെ വീടായിരുന്നു ഇത്. അവിടെ ശ്രീദേവി അമ്മയും മരുമകളും ഒരു ഹോം നേഴ്സും ആണ് ഉണ്ടായിരുന്നത്. അവിടെ 15 ദിവസം മുമ്പ് മാത്രം അവിടെ ജോലിക്ക് എത്തിയ ഒരു നേപ്പാൾ സ്വദേശി സോഖില, ഈ സോഖിലയും വീട്ടിലുണ്ടായിരുന്നു. സോഖിലയാണ് ഈ മോഷണത്തിൻ്റെ ആസൂത്രണം നടത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. കാരണം സോഖില നൽകിയ ഭക്ഷണം കഴിച്ച ശേഷം ഈ വീട്ടിലുണ്ടായിരുന്ന 3 പേരും മയങ്ങിപ്പോയി. അതിനുശേഷമാണ് സോഖിലയുടെ സുഹൃത്തുക്കളായ 4 നേപ്പാൾ സ്വദേശികൾ അവിടെ എത്തുകയും ഈ മോഷണം നടത്തുകയും ചെയ്തത്. അതിനുശേഷം ഓടിപ്പോകുമ്പോഴാണ് രാംകുമാർ കമ്പിവേലിയിൽ കുരുങ്ങിയത്. മറ്റൊരാൾ അവിടെ ഒളിച്ചിരിക്കുന്ന നിലയിലാണ്. എന്താണെങ്കിലും വർക്കല മോഷണ കേസിലെ പ്രതി പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചിരിക്കുന്നു. നേപ്പാളുകാരനായ രാംകുമാറാണ് കോടതിയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചത്.